ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ഫെറോ സിമെന്റ് സെപ്റ്റിക് ടാങ്ക് ആണ് കേട്ടോ. നമ്മുടെ വീടുകളിൽ സെപ്റ്റിക് ടാങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണിത്. നമ്മുടെ വീട്ടിലെ പെരോസോലിയുടെ തൊട്ട് മുമ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ സെറ്റ് ചെയ്ത് തരും. വളരെ റേറ്റ് കുറവാണ്. നമുക്ക് കൂടുതൽ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ സമയം കളയുകയോ അല്ലെങ്കിൽ അത്രയും എക്സ്പെൻസ് ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാ വീടുകളിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫെറോ സിമെന്റ് സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്ക് മാത്രമല്ല, വാട്ടർ ടാങ്കും ഇവിടെയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലെ കലവൂരിലുള്ള കൃപാസനത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ഇവിടെ AJ ഫെറോ സിമെന്റ് ഫാക്ടറിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ അഭിലാഷ് ഉണ്ട്. അഭിലാഷിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പോൾ അഭിലാഷ്, ഇത് എല്ലാ വീടുകൾക്കും പറ്റിയതാണോ? അതെ അതെ അതെ. 4 അംഗങ്ങൾ തൊട്ട് 10 അംഗങ്ങളുള്ള വീടുകൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റും. 4 പേർക്കൊക്കെ ഉള്ള വീടുകൾക്കാണ് 25 ഫ്ലഷിന്റെ ടാങ്ക് ഉപയോഗിക്കുക. 10 പേരൊക്കെ ആണെങ്കിൽ 50 ഫ്ലഷിന്റെ, മറ്റേ 35 എന്ന് പറയുമ്പോൾ 7 പേർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് പറയുവാണെങ്കിൽ നാളെ ചെയ്തു തരാം. 2 ഇഞ്ച് തിക്നെസ്സിനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെറോ സിമെന്റിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് ലീക്കേജ് വരില്ല. ഇപ്പൊ മഴവെള്ള സംഭരണി സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കുന്ന ഫെറോ സിസ്റ്റത്തിലാണ്. ആ സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മൾ സെപ്റ്റിക് ടാങ്കും ചെയ്യുന്നത്. അതുപോലെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് വരുന്ന പ്രശ്നങ്ങളൊന്നും വേരിറങ്ങുക ആ ഒരു പ്രശ്നമൊന്നും ഫെറോ സിമെന്റിന് ഇല്ല. ഇതാണ് ഏറ്റവും ചെറിയ ടാങ്ക് വരുന്നത്. അതായത് ഈ 4 പേരൊക്കെ ഉള്ള ഒരു വീടുകൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 25 ഫ്ലഷിന്റെ എന്ന് പറയുന്നത്. ഇതിന് എത്ര രൂപ? ഇതാകുമ്പോൾ 13,500 നമ്മൾ സ്പോട്ടിൽ കൊണ്ടുവന്ന് കുഴിയെടുത്ത് ഞങ്ങൾ തന്നെയാണ് കുഴിയെടുക്കുന്നത്. നിങ്ങൾ തന്നെയാണ് സ്ഥലത്ത് എത്തിച്ച് കുഴിയെടുത്ത് വേസ്റ്റ് വെള്ളം പോകാനുള്ള ഒരു ഔട്ടും നമ്മൾ തന്നെ വെച്ച്. ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണ് വരുന്നത്? പ്രധാന ഘടകം എന്ന് പറയുന്നത് ഹാഫ് ഷട്ടർ ആണ്. ഫുള്ള് വെള്ളം നിറച്ചിട്ട് തന്നെ നമ്മൾ ഈ ടാങ്ക് ഉപയോഗിക്കുക. ഫ്രഷ് ആയിട്ട് വരുന്ന വേസ്റ്റ് ഹാഫ് ഷട്ടറിൽ തട്ടി താഴെ അടിഞ്ഞിട്ട് തെളിവെള്ളമായിരിക്കണം രണ്ടാമത്തെ അറയിൽ ഇൻ കേസ് എന്തെങ്കിലും തരി ഉണ്ടെങ്കിലും താഴെ അടിഞ്ഞിട്ട് തെളിവെള്ളമാണ് ഔട്ടിലേക്ക് പോവുക. ഔട്ടിൽ വരുന്ന വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാഫ് ഷട്ടറിന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റുവാണെങ്കിൽ ഫ്രഷ് വേസ്റ്റ് നേരെ ഓടി ഔട്ടിൽ പോകുക, ഔട്ട് കംപ്ലൈന്റ് ആകുകയും ചെയ്യും. അപ്പോൾ അതങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഹാഫ് ഷട്ടർക്ക് നമ്മൾ ഒറ്റ ഫ്രെയിമിൽ തന്നെ ചെയ്തിരിക്കുന്നത്. സാധാരണ ഹാഫ് ഷട്ടർ സെപ്പറേറ്റ് ഒട്ടിച്ചെടുക്കുന്ന വേറൊരു സിസ്റ്റം കൂടിയുണ്ട്. അത് കുറച്ചുകൂടി പണി എളുപ്പമാണ്. അത് നമുക്ക് പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ ഇത് ഇങ്ങനെ ഒറ്റ ഫ്രെയിമിൽ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്. അതിന് ഒരു സൈഡിൽ ഇങ്ങനെ ഗ്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടാവും. ഇതിന്റെ കൂട്ടത്തിൽ പിന്നെ വേസ്റ്റ് വെള്ളം പോകാനുള്ള ഒരു ഔട്ട് കൂടി ഉണ്ടാവും. പിന്നെ സ്പോട്ടിൽ നമ്മൾ കുഴിയെടുത്ത് കുഴിയിൽ ഇറക്കി വെച്ചു. പിന്നെ ഇതിന്റെ മൂടി ഉണ്ടാവും. സാധാരണ നമ്മൾ 2 ഇഞ്ചിന്റെ സ്ലാബ് തന്നെയാണ് ഇടുന്നത്. കാർപോർച്ചിൽ ഇടുന്ന കേസുകളിൽ മാത്രം നമ്മൾ 3 ഇഞ്ചിന്റെ സ്ലാബ്. അപ്പൊ ഇത് എവിടെ വേണമെങ്കിലും ഇടാം. നമുക്ക് കാർപോർച്ചിലോ ഗാർഡനിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇടാം അല്ലേ? എന്ന് പറയുന്നത് ആദ്യമേ കമ്പി 8mm കമ്പി ആദ്യം വെൽഡ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ ആണിക്കമ്പി ഓടിക്കും. പിന്നെ ചിക്കൻ മെഷ് അകോമ്പുറം ചുറ്റിയിട്ട് ഗ്രൗട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേജാണ് ഇപ്പോൾ കാണുന്നത്. ഗ്രൗട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിന്റെ അപ്പുറത്ത് പരിക്കും ചെയ്യും. ഇപ്പൊ ഇതൊക്കെ ഈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഹാഫ് ഷട്ടർ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഫിക്സ് ചെയ്ത് തന്നെയാണ് ഇത് പോയിരിക്കുന്നത്. കുറച്ചുകൂടെ ഫിനിഷിംഗിലേക്ക് വരുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ ഈ ഒരു ടാങ്കിന് നമുക്ക് എത്ര രൂപയാണോ? ഇതാകുമ്പോൾ നമ്മൾ 17,500 സ്പോട്ടിൽ കൊണ്ടുവന്ന് കുഴിയെടുത്ത്. ഇതാണ് സാധാരണ ഒരു വീട്ടിലേക്കൊക്കെ കോമൺ ആയിട്ട് കൊണ്ടുപോകുന്നതാണല്ലേ? ഒരു 7 പേർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫെറോ സിമെന്റ് ടാങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഞാൻ അഭിലാഷിന്റെ നമ്പർ കൊടുത്തേക്കാം. അഭിലാഷിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു വർഷം മുമ്പ് നമ്മൾ പറഞ്ഞിരിക്കുന്ന റേറ്റ് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. അത് വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമാണ് ഈ റേറ്റ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഓർത്തോണം. അപ്പോൾ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇപ്പം തന്നെ അഭിലാഷിനെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം.